it's me Rahul. Welcome to Richard Talks. Today trading എങ്ങനെയായിരുന്നു എല്ലാവർക്കും? ജസ്റ്റ് എൻ്റെ ട്രേഡ് എനിക്ക് ചെറിയൊരു ലോസ് ഡേ ആയിരുന്നു. ഒരു 1200 രൂപ, ഒരു 1200 റുപ്പീസ് ലോസ് ആയിരുന്നു എനിക്ക്. മീൻസ് ഞാൻ റിലയൻസിലായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്തു. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് വിചാരിച്ച് ചെയ്തതല്ല. മീൻസ് ഒരു ഡെയിലോ ബ്രേക്ക് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ചാറ്റ് പാറ്റേണിൽ അങ്ങനെ ട്രേഡ് ചെയ്തതാണ്. പക്ഷെ ട്രെൻഡ് അപ്പായിരുന്നു നിഫ്റ്റിയുടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലോസ് കൺസേൺ വന്നു. നോ പ്രോബ്ലം, ഓക്കെ. ട്രേഡിൽ ലോസും പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകുന്നതാണ്. കണ്ടിന്യൂസ് ഒരു 3-4-5 ഡേയ്സിന്റെ വിന്നിങ് സ്ട്രീക്ക് ചെയ്യുക. മാസത്തെ വിന്നിങ് സ്ട്രീക്കിന് ശേഷം ചെറിയൊരു ഡിപ്പ് തന്നായിരിക്കും. അതൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് ജസ്റ്റ് നാളത്തെ ട്രേഡ് എങ്ങനെയാന്ന് നോക്കാം. നാളെ നിഫ്റ്റി ഇന്ന് ആഫ്റ്റർനൂൺ ചെറിയൊരു മൂവ്മെന്റ് അതുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഫുള്ളി നേക്കഡ് ചാറ്റാണ്. നമുക്ക് ആഫ്റ്റർനൂൺ നിഫ്റ്റിയുടെ ചാറ്റ് പാറ്റേൺ കണ്ടില്ലേ? നിഫ്റ്റി ചെറിയ എന്താ പറയാ, ഒരു കൺസോൾട്ടേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡ് വേസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ സൈഡ് വേസിലാണ്. ആ ഒരു ജമ്പ് കഴിഞ്ഞിട്ട് സൈഡ് വേസിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി എന്നിട്ട് ഇന്ന് ആഫ്റ്റർനൂൺ ഒരു 100 പോയിന്റ്സിന്റെ ചെറിയൊരു മൂവ്മെന്റ് അതുണ്ടായിരുന്നു. അപ്പൊ നാളെ നിഫ്റ്റിയുടെ മോളോട്ട് ഉള്ള മൂവ്മെന്റ് നമുക്ക് ലെവൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ മുകളിൽ 23517 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും 23 ഇതിന് മുകളിലായിട്ട് 23618 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നാളെ എടുക്കാം. ഇത് 2 ടാർഗറ്റും നാളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ നാളെ നമുക്ക് എടുക്കേണ്ട രീതി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടിൽ എടുക്കരുത്. 5 മിനിറ്റ്സ് ക്യാൻഡിൽ 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കുന്നതായിരിക്കും നമുക്കെപ്പോഴും ഒരു എന്താ പറയുക, ആ 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കുമ്പോഴുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി മുകളിൽ പോയി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. തിരിച്ചു വന്നിട്ട് ഒരു പുൾ ബാക്ക് തരികയാണെങ്കിൽ എൻട്രി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു 9:30 9:45 വരെ. എങ്ങനെയാണ് നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. അസ് യുവർ വിഷ്. ഞാൻ ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റ് കണ്ടീഷനാണ് എൻട്രി എടുക്കാറ്. നോർമലി സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഇൻഡെക്സ് ആണെങ്കിൽ ജസ്റ്റ് നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. അപ്പോൾ നാളെ ഈ 2 ടാർഗറ്റ് ഉണ്ടാവും. 23517 23618 വ്യൂ ബുള്ളിഷ് തന്നെയാണ്. കാരണം നിഫ്റ്റി നമുക്ക് കാണാൻ കഴിയും, നമ്മളെ ആ ഒരു വലിയ ഫോളോ കഴിഞ്ഞിട്ട് നിഫ്റ്റി പ്യുവർ ഒരു അപ്പ് ട്രെൻഡിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഒരു ഇതുപോലും നിഫ്റ്റി ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടോ? നിഫ്റ്റി പ്യുവർ അപ്പ് ട്രെൻഡാണ്. ഹയറിലോ ഉണ്ടാക്കി നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി. അപ്പോൾ നാളെ എന്താ പറയുക, നാളെയും നിഫ്റ്റിയുടെ മൂവ്മെന്റ് നമ്മൾ മോൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നാളെ അല്ലാതെ ഇന്ന് ഓവർനൈറ്റ് എന്തെങ്കിലും മേജറായിട്ട് ഫണ്ടമെന്റലി അല്ലെങ്കിൽ ഒരു ബോംബൊന്നും പൊട്ടായിരുന്നു കഴിഞ്ഞാലും നിഫ്റ്റി മോൾട്ടന് പോകും. നമുക്ക് ജസ്റ്റ് നിഫ്റ്റി ബാങ്ക് നോക്കാം. നിഫ്റ്റി ബാങ്കും ഓൾറെഡി ഇന്ന് നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്ക് ഓൾറെഡി നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നിഫ്റ്റി ബാങ്കിന്റെ മൂവ്മെന്റ് ആണിത്. ഈ ഏരിയയിൽ നോ ട്രേഡ് സോണായിട്ട് വെക്കാം നിഫ്റ്റി ബാങ്കിനെ. നിഫ്റ്റി ബാങ്ക് ആദ്യം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു പുഷ് വന്നു, അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് വന്നു. അപ്പോൾ നാളെ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ബാങ്ക് മോഡൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ 53,366 ഈ ടാർഗറ്റൊക്കെ നമുക്ക് നാളെ കാണാൻ കഴിയും. അപ്പോൾ നാളെ ഇതുപോലെ ട്രേഡ് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യേണ്ട, നോൺ ട്രേഡിങ് സോണായിട്ട് ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യേണ്ട. കാരണം ട്രെൻഡ് ഓൾറെഡി അപ്പാണ്. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യരുത്. പിന്നെ നിഫ്റ്റി ബാങ്ക് സെൻസെക്സ് ഞാൻ സാധാരണ അനലൈസ് ചെയ്യാറില്ല. നിഫ്റ്റി ബാങ്കാണ് ചെയ്യാറുള്ളത്. ഓക്കെ, സെൻസസും നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. സെൻസസും സെയിം മൊമെന്റ് തന്നെയാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ടൈമിൽ ഒന്ന് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ഒരു മൊമെന്റ് വന്നു. ആദ്യം ജസ്റ്റ് രാവിലെ ഒരു ചെറിയ ഒരു ഫോള് പോലെ നിന്നിട്ടും ആഫ്റ്റർനൂൺ ഒരു മൊമെന്റ് ഏകദേശം 300 പോയിന്റ്സിന് മൊമെന്റ് വന്നു. സെൻസസും സെയിം തന്നെ. നാളെ മോളിലോട്ടാണ് മൂവ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നാളെ മോളിലോട്ട് ഈ ടാർഗറ്റ് കാണാൻ കഴിയും, 77541. അപ്പം അതും സെയിം തന്നെ. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് എൻട്രി എടുക്കുക. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.